ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 10-ാം തീയതി, 11-ാം തീയതി നാളെ എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, 10-ാം തീയതി അതായത് തലേ ദിവസം ഒരു കുഞ്ഞു വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, എല്ലാവിടെയുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ അവിടെ കുമ്പളങ്ങി ഇറച്ചിയും വെക്കാൻ വേണ്ടി ഇതാ ചിക്കൻ കഴുകുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇതാ നമ്മുടെ വല്യമ്മമാർ തൊട്ടടുത്തുള്ളവരാണ്. അപ്പോൾ മേമ, വല്യമ്മ അങ്ങനെ എല്ലാവരും കൂടി വന്ന് ഇതാ കുമ്പളങ്ങി, അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, അതായത് കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് ചെയ്യുന്ന കാണാനല്ല, ഞാനും ഉണ്ടായിരുന്നു. നല്ലൊരു തമാശ, എന്താ പറയുക, സന്തോഷമായ ഒരു ദിവസമായിരുന്നു. എല്ലാവരും കൂടി ഒത്തുചേരുമ്പോഴല്ലേ നല്ല സന്തോഷമുള്ളത്. കാറ്ററിംഗ് എന്നൊക്കെ പറയുന്നതിന് വെച്ച് ഏറ്റവും നല്ലത് കുറച്ച് പണിയെടുത്താലും ഇതാണ് ഏറ്റവും ഹാപ്പി അല്ലേ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇതാ ഇവിടെ ആങ്ങളമാരൊക്കെ ചെയറും ടേബിള് അതേപോലെ പാത്രങ്ങൾ ഇതെല്ലാം സമുദായത്തിൽ നിന്ന് കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാർക്കുട്ടി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് ഒരേ കളിയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാവരെയും കണ്ടപ്പോഴും ഓടി കളിക്കാനും. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷമായി അവൾക്ക്. അപ്പോൾ ബാക്കിയുള്ളവർ കളിക്കാൻ പോയിരിക്കുന്നു, ചെറിയ ആൾ മാത്രം അവിടെയുണ്ട്, ചെക്കൻകുട്ടി. പിന്നെ പാത്രമൊക്കെ ഒന്ന് കടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ഒരു ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പോയി ചായയൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോഴേക്കും സമയം ഒരു 4:30-5 മണിയായി. അപ്പോഴേക്കും ഞാൻ ഈ ചായ കുടിച്ചിട്ട് വേണം ഇനി അടുത്ത പണി മൈലാഞ്ചി ഇടാനെന്ന് പറഞ്ഞിട്ട് ഇരിക്കാതെ, ഞാൻ ഇടലാന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ്. പിന്നെയും അവരൊക്കെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ മൈലാഞ്ചി ഇടാമെന്ന് പറഞ്ഞിട്ട് ഇനി കൈ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോഴേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അവർ സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്ന് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും തിരക്കാണ് പറഞ്ഞിട്ട് അവർ വേഗം പോയി. പിന്നെ അത് കഴിഞ്ഞ് അവർ പോയ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. ടേബിളൊക്കെ ഇട്ട് കുമ്പളങ്ങി ഇറച്ചിയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുമ്പളങ്ങിയും ചിക്കനായിരുന്നു, അത് സ്പെഷ്യലാണ് പാലക്കാടുകാരൻ്റെ. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കലൂടെ തിരക്കാണ് കുട്ടികളുടെയും, അതേപോലെ എല്ലാവരും തന്നെ കുറച്ച് പേര്. അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ ചെയ്തില്ല, നമ്മുടെ സമുദായക്കാർ മാത്രം. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ രാവിലെ സാരി ഉടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അത് പറഞ്ഞിട്ടാണ് വേഗം പ്ലേറ്റ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചത്. പ്ലേറ്റ് എടുത്ത് കൊണ്ട് വയ്ക്കുന്ന സമയത്ത് കുട്ടികൾ കാണിക്കുന്നത് കണ്ടോ. എന്താണ് ഡാൻസ് കളിക്കടാ? സത്യം പറഞ്ഞാൽ എനിക്കിന്ന് രാവിലെ തൊട്ട് ഭയങ്കര തലവേദനയായിരുന്നു. വേറെ ഒന്നുമില്ല, പാർക്കുട്ടീനെ നോക്കിയിട്ട്. പാർക്കുട്ടി ഒരുപാട് വാശി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കണ്ട ഒരു സാധനം കൊടുക്കില്ല അവള്, അതിനെ തൊട്ടാൽ തന്നെ കരയായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നാണ്. എനിക്ക് തലയൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ 1 മണിയായി. 1 മണിയാകുമ്പോൾ ഇതാ കുട്ടികളൊക്കെ ഉറങ്ങി, 2-3 ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങി. ബാക്കിയുള്ളവർക്ക് മാമിൻ്റെ മക്കളും അതേപോലെ പാറു ഉറക്കം വന്ന് കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും നന്നായി ഉറക്കം വന്നു. അപ്പോൾ ഒരു കുഞ്ഞു വീടായിരുന്നു, അപ്പോൾ കുഞ്ഞു വീടാണ്, അപ്പോൾ അധികം സ്ഥലമൊന്നുമില്ല. ഉള്ള സ്ഥലത്തിൽ എല്ലാവരും കൂടി കിടന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.